നമസ്കാരം. അപ്പോൾ സേനാപതിയെ കാണാൻ കേരളത്തിലെ സേനാപതി എത്തിയപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രേക്ഷകന്റെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. എങ്ങനെയുണ്ട് ഉലകനായകന്റെ ചിത്രം? ഉലകനായകന്റെ ഈ പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ മേക്കിങ്ങിലുള്ള റിച്ച്നെസ് ആണ് ഇതിന്റെ എടുത്തു പറയത്തക്ക. സ്റ്റോറി ബേസ് നോക്കുകയാണെങ്കിൽ സ്റ്റോറി ഇന്ത്യൻ വണ്ണിന്റെ സ്റ്റോറി തന്നെയാണ് എനിക്ക് ഇതായിട്ട് വന്നത്. പാട്ട് AR റഹ്മാന്റെ പഴയ പാട്ടുകളാണ് തീർച്ചയായിട്ടും തോന്നി. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പ്രേക്ഷകൻ കൂടി പറയുന്നുണ്ട് അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറെക്കാളും ഇഷ്ടം AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മാജിഷ്യനെയാണ്. കാരണം വെച്ചാൽ AR റഹ്മാന്റെ പഴയ പാട്ടുകളെല്ലാം ഇന്ത്യൻ വണ്ണിലെ പാട്ടുകളെല്ലാം ഇന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. പക്ഷെ ഈ ഇന്ത്യൻസ് എന്ന പടം കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് തോന്നിയതാണ് ഇതിന്റെ രണ്ടാം ഭാഗം എന്ന് വരണം എന്നുള്ളത്. അതിനുവേണ്ടി ഒരുപാട് കാത്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു രണ്ടാം ഭാഗത്തിലേക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് സഹായിച്ച ലൈക്ക പ്രൊഡക്ഷൻസിനും കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്ത ഗോകുലഗോപാലൻ സാറിനും നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ആ ഒരു പ്രേക്ഷകനോട് ഇന്ത്യൻ സിനിമയുടെ ആദ്യ ഭാഗം കണ്ടതിന് ശേഷം ഈ ഒത്തിരി നാളത്തെ ഒരു കാത്തിരിപ്പിനെ കുറിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം ഹൃദയം തുറന്നുള്ള കുറച്ച് വാചകങ്ങൾ പറഞ്ഞായിരുന്നു. അതൊന്ന് കേൾക്കണേ. ആ ഒരു കാത്തിരിപ്പ് ആ കാത്തിരിപ്പ് രണ്ടാം ഭാഗത്തിനോടുള്ള കാത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഏതെല്ലാം പ്രതീക്ഷ ഉണ്ടാകും. വിലയനായകൻ എന്ന് പറയുന്ന കമലഹാസൻ സാറ് കാരണം വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീനിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു കാര്യം തുറന്നു പറഞ്ഞു, ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള മ്യൂസിക് ആണ് അനിരുദ്ധിന്റെ എന്ന് കൂടി പറഞ്ഞു. അത് തീർച്ചയായിട്ടും പുതിയ ജനറേഷൻ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക് ഇപ്പോഴത്തെ കാലത്തിനെ പറ്റിയ രീതിയിലുള്ള മ്യൂസിക് അതായത് അത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം എനിക്ക് AR റഹ്മാന്റെ സംഗീതം തന്നെയാണ് കാലഘട്ടത്തിലെ കുട്ടികൾ പറഞ്ഞിരിക്കുന്ന അനിരുദ്ധിന്റെ മ്യൂസിക് ആണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്നാണ്. അല്ല, പാട്ടല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ നന്നായിട്ടുണ്ട്. അതായത് പാട്ടുകൾ അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഒരു മീഡിയയിലൂടെയും ഈ ഒരു ചിത്രം റിലീസിങ്ങിന് ശേഷം സമുദ്രക്കനി എന്ന് പറയുന്ന ആ ഒരു മഹാനായ നടനെ കുറിച്ച് ആരും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭിനയം നല്ലൊരു അഭിനയമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പറയാം. എനിക്ക് സമുദ്രക്കനിയുടെ അഭിനയം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. സമുദ്രക്കനിയുടെ ആ പെർഫോമൻസ് നന്നായിട്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും മലയാളികളായ നമ്മൾക്ക് ലേറ്റ് ആവുന്ന നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു കാര്യമെന്ന് പറയുന്നത് നെടുമുടി വേണു സാറിനെ വീണ്ടും AI സാങ്കേതിക വിദ്യയിലൂടെ വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തിച്ചൊരു കാര്യമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. പഴയകാല നടന്മാരെ എല്ലാം ഇതിനകത്ത് കൊണ്ടുവന്ന കാഴ്ച അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. നമ്മുടെ അടുത്ത് നിന്നും അകന്നു പോയ എല്ലാം വീണ്ടും ട്രീറ്റ് ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതാണ് അത് ഇതിനകത്തുള്ള ഒരു ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നെടുമുടി വേണു ചേട്ടനെയും അതേപോലെ തന്നെ മറ്റേ വിവേകിനെയും ഇവരെല്ലാം തിരിച്ച് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ആ ടെക്നോളജിയെ ആ ടെക്നോളജിയെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതിലെ ശങ്കർ സാർ കാലത്തുണ്ടെങ്കോ അതെ ആ ഒരു ട്രെൻഡിലേക്ക് കൊണ്ടുവന്ന ശങ്കർ സാറിന് നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പഴയകാല നടന്മാർ ഇനി നമുക്ക് പുതിയ പുതിയ ആളുകളെയൊക്കെ നമുക്ക് മരിച്ചുപോയ ആൾക്കാരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ശരിക്കും മലയാളികളുടെ സേനാപതി എന്ന് പറയുന്ന ഇദ്ദേഹം തീർച്ചയായിട്ടും വീണ്ടും അവസാനിപ്പിച്ച വാക്കുകൾ ഇനി മലയാള സിനിമയിലെ പഴയ നടന്മാരെ സത്യൻ, നസീർ, അങ്ങനെ തുടങ്ങിയ ജയൻ തുടങ്ങിയവരെ വീണ്ടും AI സാങ്കേതിക വിദ്യയിലൂടെ വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തിക്കണമെന്നൊരു ആഗ്രഹം കൂടി അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മലയാള സിനിമയിൽ സത്യൻ മാഷിനെയും പ്രേം നസീറിനെയും എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കട്ടെ.